ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഓഗസ്റ്റ് 1 തൊട്ട്, അതായത് ഇന്ന് തൊട്ട് നമുക്കിപ്പോൾ പുതിയ UPI റൂൾസ് ആണ് വരാൻ പോകുന്നത്. അത് നമുക്കൊരു ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എന്തൊക്കെ നിങ്ങൾ പറയുമായിരിക്കും എല്ലാ ആൾക്കാരും ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താ വെച്ചാൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് UPI റൂൾസിൽ. അപ്പോൾ അതാണ് നമ്മളിന്ന് ഒരു ക്വിക്കായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈ ആണ്. മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. പേജ് ഫോളോ അടിച്ചിട്ട് മെസ്സേജ് ഓപ്ഷൻ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയി ഞാനായിട്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചേഞ്ചസ് വന്നേക്കുന്നത് നമ്മുടെ ബാലൻസ് എൻക്വയറി ലിമിറ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ ഇനി ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഇനി നമുക്കൊരു ദിവസത്തിൽ 50 പ്രാവശ്യം മാത്രമാണ് നമുക്കിനി നമ്മുടെ UPI ത്രൂ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ആദ്യത്തെ ചേഞ്ചസ് വന്നേക്കുന്നത്. അത് ഓവർലോഡ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് UPI ആപ്സിൻ്റെ. അതെന്തായാലും വലിയ കുഴപ്പമില്ല. 50 ആണെന്ന് പറയുമ്പോൾ ഡെയിലി കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക്ഡ് അക്കൗണ്ട്സിൻ്റെ ലിമിറ്റും അവർ കുറച്ചിട്ടുണ്ട്. ഡെയിലി മാക്സിമം നമുക്ക് 25 ലിങ്ക്ഡ് അക്കൗണ്ട് വ്യൂസ് മാത്രം നമുക്കൊന്ന് ഒരു ദിവസം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോപേയിനുള്ള ടൈമിംഗ് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഓട്ടോപേ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാഷ് ഫോം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ EMI ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഓട്ടോപേ എന്ന് പറയുന്നത്. നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ഡെബിറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, അതാണ്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഒരു ടൈമിംഗ് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഓട്ടോപേ ഓൺലി ഡ്യൂറിങ് നോൺ പീക്ക് ഹവേഴ്സ്, അതായത് 10 മണി തൊട്ട് 1 മണി വരെ, ആൻഡ് പിന്നെ 5 മണി തൊട്ട് 9:30 വരെ. അതാണ് ടൈമിംഗ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് അപ്ഡേറ്റ് മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ബാങ്ക് മസ്റ്റ് സെൻഡ് ബാലൻസ് ഇൻഫർമേഷൻ ആഫ്റ്റർ എവരി ട്രാൻസാക്ഷൻ. അതായത് ഇനി നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് അയച്ചു തരണം എന്നാണ് ഇപ്പോൾ പുതിയ റൂൾ വന്നേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ, നമുക്ക് എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ഈ UPI സെക്ഷൻസും അതുപോലെ തന്നെ UPI ആപ്സുകളൊക്കെ ഫാസ്റ്റ് ആക്കാനും സെക്യൂർ ആക്കാനും അതുപോലെ തന്നെ അത് കുറച്ചുകൂടി റിലയബിൾ ആക്കാനൊക്കെയാണ് ഈ കുറേ മെയിൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു UPI ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു 95% ആൾക്കാരും ഇപ്പോൾ എല്ലാവരും UPI ഉപയോഗിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അത് എന്താ പറയുക, ചെറിയ ട്രാൻസാക്ഷൻ തൊട്ട് വലിയ ട്രാൻസാക്ഷൻ വരെ മിക്ക ആൾക്കാരും UPI ഉപയോഗിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഈ UPI റൂൾസ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാൻ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.